ദർശന ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ശനിയാഴ്ചകളും നടത്തപ്പെടുന്ന സ്നേഹസംഗമം ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയതായി അറിയാൻ സാധിച്ചു. അതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ഊർജ്ജസ്വലിതമായി പോരാടാനുള്ള മനസ്സാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടത്. നിശ്ചയദാർഢ്യത്തോടെ സത്യസന്ധമായി പോരാട്ടവീര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും വിജയം നമ്മുടേതായി മാറും. 183ാമത് സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് എത്തിച്ചേർന്നവരെയും ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബിൻ്റെ 183ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ പ്രാർത്ഥന ചൊല്ലുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കുമാരി ശ്രീനയെ പ്രാർത്ഥന ചൊല്ലുന്നതിനായി ക്ഷണിക്കുന്നു. ഓൺ ദ സ്ക്രീൻ ശ്രീന. ഈശ്വര ജഗന്നായക എനിക്കാശ്രയമാക നിത്യവും. ഈശ്വര ജഗന്നായക എനിക്കാശ്രയമാക നിത്യവും. മോഹചിന്തകൾ നീക്കി എന്നുള്ളിൽ സ്നേഹവാത്സല്യം തോന്നണം. ഈശ്വര ജഗന്നായക എനിക്കാശ്രയമാക നിത്യവും. ഭക്തിയും ബുദ്ധിശക്തിയും നൽകി സത്യബോധവാനാക്കണം. ഭക്തിയും ബുദ്ധിശക്തിയും നൽകി സത്യബോധവാനാക്കണം. സത്യമെന്നറിയാതെ ചെയ്ത സർവതെറ്റും പൊറുക്കണം. വിദ്യ നൽകി അനുഗ്രഹിക്കണേ വിശ്വനായക കൈതൊഴാം. ഈശ്വര ജഗന്നായക എനിക്കാശ്രയമാക നിത്യവും. താങ്ക് യു ശ്രീന. വളരെ നല്ല രീതിയിൽ പ്രാർത്ഥന ചൊല്ല്. അടുത്തതായി സ്വാഗതമാണ്. വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമാൻ വിഷ്ണുവിനെ ഓൺ ദ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മുടെ ദർശന ക്ലബിന്റെ 83ാമത് സ്നേഹസംഗമമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമായിട്ട് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ പിയൂസ് കോട്ടപ്പുറം അവറുകൾക്കാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമില് പ്രാർത്ഥന പാടിയ ശ്രീമതി ശ്രീനയ്ക്കാണ്. ശ്രീനയ്ക്ക് എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം അറിയിക്കുന്നു. ഇനി ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്ന ദർശന ക്ലബിന്റെ ഡയറക്ടറും പ്രസിഡന്റുമായിട്ടുള്ള ഫാദർ സോളമൻ കടപ്പാട്ട് പറമ്പിൽ CMI അച്ഛനാണ്. നമുക്കറിയാം അച്ഛൻ ഏത് കാര്യത്തിനും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അച്ഛനും എന്റെയും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം അറിയിക്കുന്നു. ഇനി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ജസ്റ്റിൻ അച്ഛനാണ്. ജസ്റ്റിൻ അച്ഛനും സ്വാഗതം അറിയിക്കുന്നു. എല്ലാവരുടെയും പേരിലും അതുപോലെ നമ്മുടെ എന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ഷിജു രവീന്ദ്രൻ അവർകൾ. അദ്ദേഹം ന്യൂറോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ പെട്രീഷ്യൻ ആണ്. അദ്ദേഹത്തിന് സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ആശംസ അറിയിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൗൺസിലർ M പ്രസാദ് അവർകൾ, അദ്ദേഹത്തിനും സ്വാഗതം അറിയിക്കുന്നു. അത് നന്ദി അറിയിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ രാജേഷ് അവർകൾ, അദ്ദേഹത്തിനും
സ്വാഗതം അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വിഷ്ണു. അടുത്തതായി ദർശന സർവീസ് സൊസൈറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി കുമാരി സിബി വർഗീസ് പത്തനംതിട്ടയെ സ്വാഗതം ചെയ്യുന്നു. ഓൾ ദ സ്ക്രീൻ. സിബി വർഗീസ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. പ്രിയമുള്ളവരെ, 7/12/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 182ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന ക്ലബ്ബ്. അവതരണം കുമാരി സീമ എടക്കളത്തൂർ. പ്രാർത്ഥനാഗാനം ആലപിച്ചത് ശ്രീ ജോജു അയ്യന്തോൾ. സ്വാഗതം കുമാരി ഉമ്മു ഗുരുവായൂർ. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. അധ്യക്ഷൻ മറ്റൊരു മീറ്റിംഗിൽ ആയിരുന്നത് കൊണ്ട് കയറാൻ പറ്റിയില്ല. ഉദ്ഘാടനത്തിന് ജോൺ സച്ചൻ കയറി പെട്ടെന്ന് ഇറങ്ങി. പിന്നെ വരാൻ പറ്റിയില്ല. മുഖ്യാതിഥിയായി വന്നത് കൊരട്ടി അഡോറേഷൻ കോൺവെന്റിലെ സിസ്റ്റർ സിമി SABS ആയിരുന്നു. ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവരെ, ജോസേട്ടനാണ് എന്നെ വിളിച്ചത്. റിപ്പോർട്ട് കേട്ടപ്പോൾ അമ്പരന്ന് പോയി. ഭിന്നശേഷി വൈവിധ്യമാർന്ന നിങ്ങൾ മനസ്സുകൊണ്ട് ശക്തരാണ്. ഇതിലുള്ളവർ വലിയ പുഷ്പങ്ങളും മരങ്ങളുമാണ്. ഞാൻ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്നു. വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ വളരെ വിഷമമാണ്. എന്നാൽ പുറത്തു വന്ന് വലുതാകുമ്പോൾ സന്തോഷമാണ്. മനുഷ്യരുടെ ഹൃദയത്തിലല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലാണ് നിങ്ങളുടെ ഇടം. എന്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടാകും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലദായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ഒരുക്കിയ ഭക്തിഗാന മഞ്ചരി വ്യൂസ് വിജയികൾ: 1ാം സ്ഥാനം മോളി മാത്യു, 2ാം സ്ഥാനം ലിജി അങ്കമാലി, 3ാം സ്ഥാനം മനീഷ കൃഷ്ണ. 3 പേർക്കും അഭിനന്ദനങ്ങൾ. ആശംസ പറഞ്ഞത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ശ്രീമതി മാഗി മാഡമായിരുന്നു. ദർശന ക്ലബിന്റെ എല്ലാ ആഴ്ചയിലും മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ. പിയൂസ് ആണ് എന്നെ വിളിച്ചത്. എല്ലാ അംഗങ്ങളും ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സുബിൻ വണ്ടൻമേട്, ലീന നാട്ടിക, ലീന അകലാട് എന്നിവർ ഗാനാലാപനം നടത്തി. യോഗാവസാനം നന്ദി പറഞ്ഞത് ശ്രീ ജിഫിൻ KJ ആണ്. യോഗം അവസാനിച്ചു. റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഗ്രൂപ്പ് ലീഡർ KJ ജോസ് കൊരട്ടി. താങ്ക് യു. റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അച്ഛൻ റിപ്പോർട്ട് പാസ്സാക്കല്ലേ? റിപ്പോർട്ട് പാസ്സാക്കാം. ഓക്കെ, അപ്പം അച്ഛൻ റിപ്പോർട്ട് പാസ്സാക്കിയതായി അറിയിക്കുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച കുമാരി സിബി വർഗീസ് പത്തനംതിട്ടയ്ക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് അധികം ആൾക്കാർ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ എല്ലാവരും ഓഫ്ലൈൻ മീറ്റിംഗിലാണ്, ഓൺലൈനിലല്ല. ഓഫ്ലൈൻ മീറ്റിംഗില് ഒരു ബർത്ത്ഡേ, ലില്ലി ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ നിറവിലാണ്. അപ്പോ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷം നമ്മൾ നടക്കുകയാണ് പല സ്ഥലങ്ങളിലും, ബർത്ത്ഡേ ആയിട്ടും. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഇനി 25-ാം തീയതി ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ ബർത്ത്ഡേ ആയിട്ടും അതുപോലെ തന്നെ മറ്റു ആഘോഷങ്ങളെല്ലാം നമ്മൾ നടത്തി വരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അമ്മച്ചിമാരുടെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. അവർ ലേഡി ഓഫ് സോറോസിന്റെ വാർഷികാഘോഷം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ LD ഗ്രൂപ്പിന്റെ അടുത്ത ശനി ഞായറോ ഏതെങ്കിലും ഒന്നായിരിക്കും LD ഗ്രൂപ്പ്, അതായത് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളുടെ വിളിച്ചുകൂട്ടി, അവരെ ഏകദേശം 25 പേരെ വിളിച്ചുകൂട്ടി അവരുടെ ഒരു ആഘോഷങ്ങളാണ് ഇനി അടുത്തത് നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധിക്കുന്നവര് LD ഗ്രൂപ്പ്, അതായത് ലേണിംഗ് ഡിസബിലിറ്റി
പഠന വൈകല്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരുമിപ്പിച്ച് കൂട്ടാവുന്നതാണ്. അവരെയും നമുക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട്, നമ്മളിപ്പോ വീൽ ചെയർ ബാസ്കറ്റ്, മറ്റേ വീൽ ചെയർ ഗ്രൂപ്പ് ഉണ്ട്, ഡ്വാർഫ് ഉണ്ട്, ബ്ലൈൻഡ്സ് ഉണ്ട്. അപ്പൊ LD ഗ്രൂപ്പിനെയും നമ്മൾ ഒരുമിപ്പിച്ച് കൂട്ടണം എന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പൊ അതിലേക്ക് 25 പേരെ എത്തിക്കുന്നത് വരെ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം. കൂട്ടാനായിട്ട്, നമ്മളോട് കൂട്ടാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സദ്വാർത്ത ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഒരു ചിന്തൻ ശിവർ എന്ന് പറഞ്ഞ പോലെ ലീഡേഴ്സ് മീറ്റിംഗില് ഞങ്ങൾക്ക് അടുത്ത വർഷം ചെയ്യണമെന്നുള്ളത്. പക്ഷെ അടുത്ത വർഷത്തിനേക്കാൾ ഉപരിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ജനുവരി മാസത്തില് ഭിന്നശേഷി കലോത്സവം പ്രചോദിയിൽ നടത്തുന്നത് കോളേജ് ഭിന്നശേഷി കലോത്സവം. നമുക്ക് നോർമൽ കുട്ടികളുടെ കലോത്സവം ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് കലോത്സവം ഉണ്ട്, ഭിന്നശേഷിക്കാർ പലപ്പോഴും അവസ്ഥയാണ്. അപ്പൊ അവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അവരെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭിന്നശേഷി കലോത്സവം 5 ഇനങ്ങൾക്കാണ് കലോത്സവത്തിനൊക്കെ നമ്മൾ നന്ദി കുറിക്കുക. ഫെബ്രുവരി മാസത്തിലായിരിക്കും. അപ്പൊ എല്ലാവരും ഒഴുകണം, എല്ലാവരും അറിയിക്കണം. എങ്കിൽ മാത്രമേ അത് നടത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതിന്റെ കമ്മിറ്റി രൂപീകരണങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മേഖലകളിലേക്ക് പ്രൊഫഷണൽ അല്ലെങ്കിൽ നോട്ടീസൊക്കെ എല്ലാവരിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം ഒത്തൊരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഭിന്നശേഷി കലോത്സവം നമുക്ക് തൃശ്ശൂരിന്റെ മണ്ണിൽ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ അത്ലറ്റ് മീറ്റ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് അത്ലറ്റ് മീറ്റ്, പാര അത്ലറ്റ് മീറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ക്രൈസ്റ്റ് കോളേജിൽ. ഇനി നമ്മള് ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മള് പാര സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മൾ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. അത് സഹൃദയ കോളേജിൽ വെച്ച് നമ്മൾ നടത്തുന്നതായിരിക്കും. അതിന്റെ ഒരുക്കങ്ങൾ പിന്നീട് നമ്മൾ നടത്തുന്നതാണ്. അപ്പൊ ഞാൻ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം ചർച്ചകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത 2 വലിയ സംരംഭങ്ങളൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവണം, എല്ലാവരും പങ്കെടുക്കണം. അത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സാധാരണ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ ഈ സ്റ്റേറ്റിന്റെ ഒരു വലിയൊരു ഒരു സന്ദേശം ഉണ്ടെന്ന് പറയാം, ഒരു ആപ്തവാക്യം. ഞങ്ങൾ കൂടെ നിങ്ങൾ തനിച്ചല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്നുള്ളത്. നിങ്ങൾ തനിച്ചല്ല, ഞങ്ങളൊപ്പമുണ്ടെന്ന് സർക്കാരിന്റെ ഒരു ആപ്തവാക്യാണ്, ഈ വർഷത്തെ ആപ്തവാക്യാണ്. അപ്പൊ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തനിച്ചാവുന്നില്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറാം. അതിനായിട്ട് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്നേഹ സംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. നല്ല വാക്കുകൾക്കും അതുപോലെ ഭിന്നശേഷി കലോത്സവം അറിയിപ്പുകളും നൽകിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന റവർ ഫാദർ ജസ്റ്റിൻ ഡോട്ടർ, അതുപോലെ റവർ ഫാദർ ജസ്റ്റിൻ ജോൺസ് കപ്പുച്ചി അച്ഛനാണ് പ്രിൻസിപ്പാള്, ഡോക്ടർ, സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊളത്തറ കാലിക്കറ്റ്. വളരെ തിരക്കുകളുള്ള അച്ഛനാണ്. എന്നിരുന്നാലും നമ്മോടൊപ്പം എത്തിച്ചേരാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനായി നമുക്ക് കാതോർക്കാം. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ജസ്റ്റിൻ അച്ഛ. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം അച്ഛ. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും നല്ല നമസ്കാരം. ദൈവാനുഗ്രഹിക്കുന്നു. ഇന്നലെയാണ് ഇങ്ങനെ ഒരു ദർശന ഈ ഗ്രൂപ്പിനെ കുറിച്ചും ഇങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ചും അറിഞ്ഞത്. അതിൽ ഭാഗവാക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇത് 183ാമത്തെ മീറ്റിംഗ് ആണെന്ന് അറിഞ്ഞതിൽ കൂടുതൽ സന്തോഷം. ഇതിന്റെ ഭാഗമായിട്ട് മാറാനായിട്ട് സാധിച്ചു. വലിയ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചതിനും ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറാൻ സാധിച്ചതിനും നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പൈസയാണല്ലേ അല്ലേ? അതെ, ഞാനാണ് പിയൂസ് ആണ്. പിയൂസ് എന്നെ ക്ഷണിച്ച് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നെ ജസ്റ്റിൻ അച്ഛൻ എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ട് എന്നെ ഡോക്ടർ എന്ന് പറഞ്ഞു.
പിന്നെ എന്നോട് കാലിക്കറ്റിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് എന്നെ പ്രിൻസിപ്പൾ ആണെന്ന് പറഞ്ഞു. എന്നെ എന്തുകൊണ്ടാണ് കുച്ചിപ്പിടി കളിക്കാത്ത അച്ഛനെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ പറക്കാൻ അറിയാത്ത അച്ഛനെന്ന് എന്തുകൊണ്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്? കാരണം ഇത് രണ്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കളിക്കാരനല്ലാത്ത ജസ്റ്റിൻ അച്ഛൻ എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? ഞാനിതൊന്നും അല്ലല്ലോ. എന്നിട്ട് എന്നോട് കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല. നമ്മൾ ആരും സ്വതവേ അങ്ങനെ പറയാറുമില്ല ആളുകളെ കുറിച്ച്. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ആ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നും. അംഗപരിമിതിയുള്ളവർ, കാഴ്ചയ്ക്ക് പരിമിതിയുള്ളവർ, ചിലപ്പോഴൊക്കെ നമ്മളെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിമിതികളെ വെച്ച് നമ്മളെ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. നമ്മളും മറ്റുള്ളവരും അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, നമുക്ക് എത്രയോ സാധ്യതകളാണുള്ളത്. സാധ്യതകൾ വെച്ചല്ലേ നമ്മളെ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ ആരും നമ്മുടെ പരിമിതികൾ വെച്ച് നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പാടില്ല. കാരണം സിമന്തി ബോവെ എന്ന് പറയുന്ന തത്വജ്ഞാനിയായിട്ടുള്ള വ്യക്തി, പുള്ളിക്കാരി പറഞ്ഞ വാക്യതാണ്, മാൻ ഇസ് ബോൺ മൾട്ടിപ്പിൾ ബട്ട് ഡൈ സിംഗിൾ. അനന്ത സാധ്യതകളോടുകൂടി ഒരു മനുഷ്യൻ ജനിക്കുന്നു, അതിൽ ഒരു സാധ്യത മാത്രം പൂർത്തീകരിച്ച് മരിക്കുന്നു. അനന്ത സാധ്യതയോടുകൂടി ഒരു മനുഷ്യൻ ജനിക്കുന്നു, അതിൽ ഒരു സാധ്യത മാത്രം പൂർത്തീകരിച്ച് മനുഷ്യൻ മരിക്കുന്നു. ഒരു വലിയ പരിധി വരെ അത് സത്യമാണ്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്തു നോക്കാം. ഞാനൊരു ഉദാഹരണത്തിന് സച്ചിൻ തെണ്ടുൽക്കർ എടുക്കുന്നു. സച്ചിൻ തെണ്ടുൽക്കർ കളിയിൽ മാത്രം പ്രാഗൽഭ്യമില്ല ആളാണ്. ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് 100 കണക്കിന് സാധ്യത ഉണ്ടായി. അദ്ദേഹത്തിന് പറയാറുണ്ട്, അദ്ദേഹം തന്നെ പറയാറുണ്ട്, കാറോട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്ന് പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം പിന്നീട് ഹോക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ടാണ് അദ്ദേഹം ഫേമസ് ആണ്. ഇനി ഡാൻസുകാരായിക്കോട്ടെ, പാട്ടുകാരായിക്കോട്ടെ, മല കയറുന്നവരായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ ആയിക്കോട്ടെ, ഏതെല്ലാം മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ എടുക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും അവര് ഫേമസ് ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അനന്ത സാധ്യത, നമ്മളൊരു 10,000 സാധ്യതകളുള്ള ഒന്നിൽ നിന്നും ഒരു സാധ്യത മാത്രമാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ വല്ലാതെ പൂർത്തീകരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു അംഗത്തിന് നമുക്ക് പരിമിതി ഉണ്ടെന്ന് വന്നാൽ ശരിക്കും എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? എന്താണ്? ഫോർ എക്സാമ്പിൾ, ഈ കണ്ണിന് കാഴ്ച കുറവുണ്ടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ സംഭവിക്കുക? 10,000 സാധ്യതകളിൽ ഒരു 5 or 10 സാധ്യത കുറയുന്നു, അത്രേ ഉള്ളൂ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒരു 10-15 സാധ്യത കുറയും. ബാക്കി 9,990 സാധ്യതകളും ബാക്കി നിൽക്കുകയാണ്. ഞാൻ കണക്ക് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ ഇത് വളരെ ലോജിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അനന്ത സാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. ആ അനന്ത സാധ്യതകളിൽ ഏതെങ്കിലും 1-2 സാധ്യതകൾ മാത്രമേ അവൾക്ക് പൂർത്തിയാക്കാനാവൂ. അപ്പൊ നമ്മൾ സാധ്യതകൾ കൊണ്ടാണ് നമ്മൾ അറിയപ്പെടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സാധ്യതകൾ വെച്ചാണ് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇനി ഒരിക്കലും നമ്മളെയോ മറ്റുള്ളവരെയോ അവരുടെ പരിമിതികൾ വെച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ടേ പാടില്ല. കാരണം പരിമിതി എന്ന് പറഞ്ഞാൽ ആർക്കാണ് പരിമിതി ഇല്ലാത്തത്? പറയും. ഞാൻ നേരത്തെ പറഞ്ഞാലേ, എനിക്ക് പറക്കാൻ അറിയില്ലല്ലോ, അപ്പൊ എന്റെ ഒരു പരിമിതി അല്ലേ അത്? എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല, എന്റെ പരിമിതി അല്ലേ അത്? എനിക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയത്തില്ല, പരിമിതി അല്ലേ? എനിക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ 3-4 ഭാഷകളെ അറിയുള്ളൂ. 10-700 ഭാഷകൾ ഈ ലോകത്തിലുണ്ട്. ബാക്കിയൊന്നും എനിക്കറിയില്ല, അതെന്റെ പരിമിതി അല്ലേ? അപ്പൊ ലോകത്തിൽ ആർക്കാണ് പരിമിതി ഇല്ലാത്തത്? അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ എല്ലാവരും സാധ്യതകളുള്ളവരും എല്ലാവരും പരിമിതികളുള്ളവരുമാണ്. ചിലർക്കത് കൂടുതലാണ്, ചിലർക്കത് കുറവാണ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്തത് സാധ്യതകൾ വെച്ചാണെന്നുള്ള വലിയൊരു ചിന്തയാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ. ഒരു കുഞ്ഞ് കഥയും കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ചാല്, ബോബി ജോസ് കട്ടിക്കാട്ടിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അദ്ദേഹം പറയുന്ന ഒരു കഥയാണ്. അതേതാണ്, ഒരു ആട്ടിടയൻ ആടിനെ കൊണ്ട് പോകാം. 10-100 ആടുകളുണ്ട്. ആടുകളെ കൊണ്ട് മേയ്ക്കാനായിട്ട് പോവാം. അങ്ങനെ ആടിനെ കൊണ്ട് മേയ്ക്കാനായിട്ട് പോകുന്ന ഈ ആട്ടിടന് ഈ ആടുകളൊന്നും ഇദ്ദേഹത്തിന് സ്വന്തമല്ല, ആടിന്റെ യജമാൻ വേറെയാണ്. അപ്പൊ അതിനകത്ത് ഒരു ആടുണ്ട്. ആ ആടിന് കാല് വയ്യാത്താണ്. ഈ കാല് വയ്യാത്ത ആടായതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ ആടായിരിക്കും ഏറ്റവും അവസാനം നടക്കുക. അപ്പൊ ഇടയന്റെ തല്ല് എല്ലാ ദിവസവും കൊള്ളുന്നു, ആട്ടിടന്റെ തല്ല് എല്ലാ ദിവസവും കൊള്ളുന്നു ഈ ആടാണ്. രണ്ടാമത്തെ കാര്യം, എവിടെ നല്ല സ്ഥലത്ത് പുല്ല് തേടാൻ പോയാലും പുതിയ സ്ഥലത്ത് പോയാലും എല്ലാ ആടുകളും തിന്നിട്ട് ഇതിന് കിട്ടുള്ളൂ, കാരണം ഇത് അവസാനം എത്തുള്ളൂ. എവിടെയെങ്കിലും വെള്ളം കുടിക്കാൻ ചെന്നാലും ഇത് തന്നെ അവസ്ഥ.
എല്ലാവരും വെള്ളം കുടിച്ച് കാഷ്ടിച്ചു തുടങ്ങിയാലേ ഇതിന് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന് കാല് വയ്യാത്തതിന് മെല്ലെ എത്താൻ പറ്റും. അങ്ങനെ ഇത് മടുത്ത് അങ്ങനെ നിരാശപ്പെട്ട് നടക്കാൻ ഒരു ദിവസം ഈ ആട്ടിടയനോട് ഇതിന്റെ ഈ ആട്ടിൻകൂട്ടത്തിന്റെ ഉടമ പറഞ്ഞു, ഇന്ന് ഞാനും കൂടെ വരുന്നുണ്ട് കൂടെ. അങ്ങനെ ഇയാള് ഈ ആട്ടിടയന്റെ ഈ ആടിന്റെ കൂട്ടത്തിന്റെ ഉടമ വരികയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് കൂടി ഇവർ നടക്കുമ്പോൾ ഒരു ഈ കാല് വയ്യാത്ത ആട് എന്റെ പുറകെ നടക്കും. അങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷമം തോന്നി. അദ്ദേഹം ചെയ്തു ആ ആടിനെ എടുത്ത് തോളൽ വെച്ച് നടന്നു പോയി. കൂടെ മറ്റാടുകളൊക്കെ അത്ഭുതത്തോട് നോക്കി വെക്കുക. കാരണം ഒരിക്കലും ഈ ആട്ടിൻകൂട്ടത്തിന്റെ ഉടമയുടെ തോളിലിരിക്കാനുള്ള ഭാഗ്യം അത്രയും ആടുകൾ ഉണ്ടായിട്ട് ആർക്കും കിട്ടിയില്ല. ഇത് കിട്ടിയത് ആർക്കാണ്? ഈ ഒരു ആടിനാണ്. ആ ആടിനത് കിട്ടാനുള്ള കാരണം എന്താണ്? ആ ആടിന്റെ ഈ പറഞ്ഞ ചെറിയ കുറവാണ്. ചില സമയത്ത് ഇങ്ങനെയാണ്, നമ്മുടെ കുറവുകളായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ നിറവുകളായിട്ട് കാരണമായിട്ട് മാറുന്നത്. ഈ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ക്ലാസ്സുകൾക്കൊക്കെ പോകുന്ന സമയത്ത്, എന്റെ PhD സമയത്ത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആളുകളെ, ലേണിംഗ് ഡിസബിലിറ്റി ഞാൻ ഡോക്ടറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾക്ക് ആളുകൾ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ട് കഴിവുകൾ അത് വളരെ എക്സലന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ വന്നുള്ള ഈ ചിന്തയാണ്, ചിലപ്പോൾ നമ്മുടെ ഈ പരിമിതികൾ വല്ലാതെ നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട് കാരണമായിട്ട് മാറാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ലോകത്തിലെല്ലാവർക്കും പരിമിതികളുണ്ട്, ലോകത്തിലെല്ലാവർക്കും സാധ്യതകളുണ്ട്. നമുക്ക് നമ്മുടെ സാധ്യതകളെ വെച്ച് നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ സാധ്യതകൾ കൊണ്ടാവട്ടെ നമ്മൾ ഇനി മുതൽ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു, മറ്റുള്ളവർ നമ്മളെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഇതിലുള്ള എല്ലാവരുടെയും അനുവാദത്തോടു കൂടി 183ാമത്തെ ദർശന ഗ്രൂപ്പിന്റെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് വിനയപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. വളരെ തിരക്കുകൾക്കിടയിലും ദർശന ക്ലബിൻ്റെ 183ാമത് സ്നേഹസംഗമം മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു തന്നതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. അതുപോലെ അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾക്ക് പ്രചോദനവും ആവേശവുമായി മാറിയിരിക്കുകയാണ്. ഇനിയും ദർശനയോടൊപ്പം സഹകരിക്കണമെന്ന് പ്രത്യേക അച്ഛൻ്റെ അടുത്ത് അറിയിക്കുന്നു. താങ്ക് യു അച്ഛ അവർക്ക് കൂടി. അടുത്തതായി മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ന്യൂറോ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ മെഡിക്കൽ ഡയറക്ടർ എയ്സ് ശിശു വികസന കേന്ദ്രം തൃശ്ശൂർ. സാറൊരു പ്രോഗ്രാം മാറ്റി വെച്ചിട്ടാണ് ദർശന ക്ലബിൻ്റെ ഈ പ്രോഗ്രാമിന് എത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഡോക്ടർ സിജു രവീന്ദ്രനാഥിനെ ഏറ്റവും സ്നേഹത്തോടെ മുഖ്യ അതിഥിയുടെ പ്രസംഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു സ്ക്രീൻ സാർ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പോ അച്ഛന്റെ വളരെ നല്ലൊരു പ്രസംഗമാണ് ഇപ്പൊ കേട്ടത്. വളരെ അർത്ഥവത്തായിട്ടും വളരെ അതിന് പിന്നാലെ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഏറ്റവും വലിയ സന്തോഷം ഈ ദർശന ക്ലബിന് എന്നെ വിളിച്ചത് ജോയിച്ചേട്ടനാണ്. അപ്പോ അദ്ദേഹം പറയുണ്ടായി ഇങ്ങനത്തെ ഒരു ക്ലബിന്റെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും അതുപോലെ ശനിയാഴ്ചകളിൽ കൂടുന്നതും. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ അതിന്റെ നമ്പർ അറിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു അമേസിങ്, റിയലി അമേസിങ്. അപ്പോ പല സുഹൃത്തുക്കളെയും എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇൻട്രൊഡക്ഷനിലും രണ്ടാമത്തെ ഇൻട്രൊഡക്ഷനിലും ഒക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ പേര് സിജു രവീന്ദ്രനാഥ് എന്നാണ്. ഞാൻ ബേസിക്കലി ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ ആണ്. ഞാനിപ്പോൾ സ്ഥാപനം സ്വന്തമായിട്ട് ചെയ്യാണ്, അതായത് ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആയിട്ട് തന്നെ ചെയ്യാണ്. അത് നമ്മുടെ തൃശ്ശൂർ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ്, തൃശ്ശൂർ ടൗണിൽ. അപ്പോൾ ഈ മേഖലയിലേക്ക് വിളിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്കിന്ന് അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയണത്. ഇങ്ങനൊരു ക്ലബിന്റെ ഇത്രയും അധികം ആക്ടിവിറ്റിയിൽ എനിക്ക് പങ്കുചേരാൻ സാധിച്ചു. അത് പ്രത്യേകം എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ബേസിക്കലി ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് എൻ്റെ സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയതാണ്. അങ്ങനെ എൻ്റെ വലത് കാല് മുറിച്ചു മാറ്റുകയും അതിനോടനുബന്ധിച്ച് ഞാൻ കൃത്രിമ കാല് വെച്ചിട്ടാണ് എൻ്റെ പഠനം പൂർത്തിയാക്കിയത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഡിസെബിലിറ്റി അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്നൊക്കെ പറയുമ്പോൾ
ആദ്യം അത് അല്ലാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് പ്രത്യേകിച്ച് ഇതിലേക്ക് വന്നപ്പോഴുണ്ടായിരുന്ന വിഷമങ്ങൾ നിങ്ങളെ പോലെ തന്നെ ഞാനും കുറച്ചൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മളുടെ ഒരു സാഹചര്യം മാറുമ്പോഴാണ് നമ്മുടെ പൊട്ടൻഷ്യൽ മൊത്തമായിട്ട് പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ വളരെയധികം മുന്നോട്ട് പോയി വളരെ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ഒരിക്കലും പുറത്തു വരില്ല. നമുക്കുള്ള കഴിവുകൾ അതില് നമ്മൾ ഓരോ സമയത്തും നമുക്ക് ഭയങ്കര കംഫർട്ട് ആണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പൊട്ടൻഷ്യലും നമുക്ക് കൊണ്ടുവരാനും പറ്റും. നമ്മൾക്കുള്ള കഴിവുകൾ ഇപ്പോൾ നേരത്തെ നമ്മൾ കേട്ടായിരുന്നു, അതായത് ഈ കഴിവുകളൊന്നും നമ്മളാകെ 3% മാത്രമാണ് സാധാരണ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ അനന്ത സാധ്യതകൾ അത് മുന്നോട്ട് കിടക്കുന്ന ഒരു കടൽ പോലെയാണത്. അതിലും എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ പേരുകളിലുള്ള നിർവചനത്തിലും കാര്യത്തിലും ഒന്നും അല്ലെങ്കിലും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇടയ്ക്ക് ഞാൻ എബ്രോഡ് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. ഇൻ ബിറ്റ്വീൻ അതും ഞാൻ ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ആ സമയത്ത് ഞാൻ കേട്ടത് അവിടെ യൂസ് ചെയ്യണ ഒരു ടെർമിനോളജിയാണ്, ഒരു വിശേഷണമാണ്. അതായത് പീപ്പിൾ വിത്ത് ഡിറ്റർമിനേഷൻ എന്നാണ് അവിടെ പറയുള്ളൂ, അല്ലാണ്ട് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി എന്നോ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്നോ പറയില്ല. അപ്പൊ അത് വളരെ ഒരു എന്താ പറയുക സ്വാഗതാർഹമായ ഒരു ടെർമിനോളജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഫേസിൽ കൂടി വന്നപ്പോൾ എനിക്കും ഇത് പല കാലഘട്ടത്തിലും അനുഭവിക്കാൻ പറ്റി. MBBS പൂർത്തിയാക്കിയ സമയത്ത്, അത് കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചലഞ്ചസ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളപ്പോഴും നമുക്ക് കുറെ ചോയ്സുകൾ വരികയാണ്. ഇപ്പോൾ സർജിക്കൽ ഫീൽഡാണ് ഇഷ്ടമെങ്കിൽ അതിലേക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് പോകാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം. പക്ഷെ എന്ത് പറഞ്ഞാലും എൻ്റെ ഒരു ഗുരുനാഥനായിട്ട് ഞാൻ കാണുന്നത്, എൻ്റെ എന്താ പറയുക മെന്റർ എന്നോ ഗൈഡ് എന്നോ പറയുന്നത് ഡോക്ടർ പുരുഷോത്തമൻ സാറാണ്. സാറ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് HOD ആണ്. സാറിൻ്റെ ആ ടാലൻറ്റും സാറിൻ്റെ ക്ലിനിക്കൽ സ്കിൽസും കണ്ടിട്ടാണ് എനിക്കും വലിയ ആഗ്രഹം വന്നു. എങ്ങനെ വന്നാലും സാറിൻ്റെ കീഴിൽ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സിന് പഠിക്കണം എന്ന് തന്നെയായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷന് ജസ്റ്റ് മുമ്പ് എൻ്റെ ആഗ്രഹവും. അത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെയും സൗകര്യങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ട് അതെനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പീഡിയാട്രിക്സ് പഠനം MD പൂർത്തിയാക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ആ സമയത്ത് ഇതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടോടുകൂടി ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നിയേക്കാം അതെങ്ങനെ സാധിക്കുമെന്നുള്ളത്. ആ തോന്നലാണ് നമ്മളുടെ പ്രചോദനം. ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് എന്തൊക്കെ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ്. ഈ കൂട്ടായ്മ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ടീം വർക്കിൽ എത്രത്തോളം ഡെവലപ്മെന്റ് നമുക്ക് പറ്റും. ആ ടീം വർക്കിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവിടുന്ന് അങ്ങോട്ട് ഒരു യാത്ര തന്നെയായിരുന്നു ഒരു ജീവിതത്തിൽ. അങ്ങനെ ആ ജീവിതയാത്രയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ, കുറെ മനുഷ്യരെ പരിചയപ്പെടുന്നു. അങ്ങനെയായി എക്സ്ക്ലൂസീവ്ലി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ തന്നെയായിരുന്നു. അങ്ങനെ വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. ആദ്യം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തു, അവിടെ നിന്ന് ജൂബിലി മിഷനിൽ വർക്ക് ചെയ്തു. അവിടെ ഒരു 7 വർഷം അതിലത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്ന ടാർഗറ്റ്, അതായത് കുറെ PG ടീച്ചിങ് എക്സ്പീരിയൻസും അതോടുകൂടി തന്നെ നമ്മളുടെ അസോസിയേറ്റ് പ്രൊഫസർ ആവും എന്ന് ഉള്ള കാലഘട്ടമായപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നിയപ്പോൾ അടുത്ത ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ എന്തായാലും ഒന്ന് ചാടണം. അങ്ങനെ അബ്രോഡ് പോയി. അതിൻ്റെ ഇടയ്ക്ക് പീഡിയാട്രിക് ന്യൂറോളജിയിലത്തെ ഫെലോഷിപ്പും അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ന്യൂറോളജിയുടെ EPNA ഫെലോഷിപ്പും ചെയ്തു. അങ്ങനെ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് എനിക്കൊരാശയം വന്നത്. അതായത് പല സാഹചര്യങ്ങളിലും കുട്ടികളുടെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള മേഖലയിൽ നമുക്ക് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനങ്ങളോ ഒരു ഇതോ ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ, അതായത് ഒരു പേഷ്യൻ്റ് വരുന്നു, വളരെ വലിയൊരു ഡയഗ്നോസിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഒരു ഡയഗ്നോസിസിൽ എത്തുന്നു, അല്ലെങ്കിൽ ഫിറ്റ്സ് ആയിട്ട് വരുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചലന വൈകല്യങ്ങളുള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിപരമായ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ മസിൽ ഡിസോർഡേഴ്സ്, ജെനറ്റിക് പ്രോബ്ലംസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവുമ്പോൾ ആ കുട്ടികളുടെ അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വിടുമ്പോൾ പേഷ്യൻ്റ്, അതായത് പാരൻസ് വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം സാറേ, നല്ലൊരു സ്ഥലത്ത് പോയിട്ട് നല്ല രീതിയിൽ തുടർ പരിചരണം വേണം എന്ന് പറയുമ്പോൾ ആരാണ് ഈ തുടർ പരിചരണം ചെയ്യുക?
അപ്പോൾ മരുന്നുകൾ എഴുതി കൊടുക്കാനും അതുപോലെ ഇങ്ങനത്തെ സജഷൻസ് കൊടുക്കാനും എന്നെ പോലുള്ള ഡോക്ടേഴ്സിന് പറ്റും. അപ്പൊ ഈ അടുത്ത സെന്റൻസിന്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ ഞാൻ പുരുഷോത്തമൻ സാറിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ സാറ് വച്ചൊരു ഐഡിയ തന്നെയാണ്. സാറ് ചോദിച്ചു, നിനക്ക് ഈ മേഖലയിൽ എന്താണ്ട് ചെയ്തുകൂടാ എന്നുള്ളത്. അങ്ങനെ ആലോചിച്ച് ഞാൻ വിചാരിച്ചു ഈ മേഖലയിലേക്ക് തന്നെ ഇറങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മേഖലയിലേക്ക് ഇറങ്ങി. ആ ഒരു യാത്രയിൽ ആദ്യം ഉണ്ടായിരിക്കുന്നത് നമുക്ക് വളരെയധികം ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ അറിവും പരിമിതികൾ വരും. വീണ്ടും വീണ്ടും നമ്മൾ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. CMEs കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യാണ്. കാരണം അപ്ഡേറ്റഡ് നോളജ്. ഇപ്പോൾ ഇന്ന് നേരത്തെ എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞത് ഇന്നൊരു കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിവേ അത് മുന്നോട്ട് പോയി. അങ്ങനെ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് സ്വന്തമായിട്ട് ഇതെല്ലാം നമ്മളുടെ കൈപ്പിടയിൽ ഒരു കുടക്കീഴിൽ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. അതായത് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യണത് ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടികൾ. അതിൽ ഏറ്റവും അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാം, എങ്ങനെ ഇവരെ എല്ലാം നമുക്കൊരു ടീമിന്റെ അടിയിൽ കൊണ്ടുവരാം. അതായത് മെയിനായിട്ട് നമുക്ക് തെറാപ്പിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ സ്പീച്ച് ഉണ്ട്, ഓക്യുപേഷണൽ തെറാപ്പി ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്, എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ട്, ഡെവലപ്മെന്റൽ തെറാപ്പി ഉണ്ട്. അപ്പൊ ഇവർക്കും അറിവ് പകർന്നു കൊടുത്തിട്ട് ആ ഒരു ഡോക്ടേഴ്സ് പ്ലസ് തെറാപ്പിസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ ഒരു ടീമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിൽ ഏറ്റവും അധികം ഏർലി ഇന്റർവെൻഷൻ എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവും. അതിനെ പറ്റിയിട്ട് ആ ഒരു മേഖലയിലാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതായത് റീഹാബിലിറ്റേഷനിൽ ഡെഫിനറ്റ്ലി വേണം, വേണ്ട എന്നല്ല. പക്ഷെ സാധ്യതകൾ ആദ്യം വന്നേക്കാവുന്ന സാധ്യതകളെ മുൻകൂട്ടി കണ്ട് അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിട്ട് തുടരാം. ബാക്കിയുള്ളവർക്ക് എങ്ങനെ തുടർ പരിചരണം കൊടുക്കാം, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മെഡിക്കലി ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ പോകും, എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഓരോരോ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൻ്റെ പരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ റെഗുലറായിട്ട് ഗ്രൂപ്പ് മീറ്റിംഗ്സും എല്ലാം നടത്തിയിട്ടാണ് പേഷ്യൻറ്റിനെ അനലൈസ് ചെയ്യുന്നത്. സോ ആ ഒരു ജേണിയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഇങ്ങനത്തെ മേഖലകളിൽ ജനങ്ങൾക്കുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അറിഞ്ഞവർ വാക്കാൽ വായ്മൊഴിയാൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു കേരളത്തെയോ ഒരു ഭാരതത്തെയോ കെട്ടിപ്പടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ പരിമിതികളെ എല്ലാം മറികടന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവുകയും ചെയ്യും. താങ്ക്സ് അലോട്ട്. താങ്ക് യു ഡോക്ടർ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കുക കേട്ടോ. ഈ അവസരം എല്ലാവരും പെട്ടെന്ന് ചോദിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സാറേ, ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. എനിക്ക് പോളിയോ ബാധിക്കുകയാണ്. എന്റെ കാലിന് ഉള്ളില് ഭയങ്കരമായൊരു തരിപ്പും വേദനയും, കാല് തട്ട് കഴിച്ചുള്ള വേദനയാണ്. എന്താണ് അത്? ആക്ച്വലി പോളിയോ ബാധിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതൽ വന്നിരിക്കുന്ന ഒരു അസുഖമാണ്. അതൊരു ക്രോണിക് പ്രോബ്ലത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. രണ്ടു തരത്തിലാണ് ആ വേദനയ്ക്കുള്ള കാരണം. ഞാൻ 3.5 വയസ്സ് വരെ ഓടി നടന്നതായിരുന്നു. അപ്പൊ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് പെട്ടെന്ന് ഒരു പനി വന്ന് തളർന്നു പോയത്. അതെ, അത് ഞാൻ പറയുന്നത്. ഇത്രയും നാളുകള് പോളിയോ ബാധിക്കുന്ന ഒരു ഇതില് 2 കാരണങ്ങൾ കൊണ്ട് പെയിൻ വരാം. അതില് ഒന്ന് നമ്മൾ പറയണത് ബോണും മസിലുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ, 2 ഞരമ്പ് സംബന്ധമായിട്ടുള്ള വേദന. അപ്പോ ഈ 2 വേദനകൾ വരുന്ന കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ടുണ്ടാകുന്ന വേദനകളാണ്. അപ്പൊ അതിൽ ഏത് വേദനയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ ഇന്ന് കുറെ തരത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദന സംഹാരിക്കുക, പക്ഷെ വേദന സംഹാരികൾ അധികം കഴിക്കുന്നതിനുപരി അതിനെ കറക്റ്റായിട്ട് നോക്കി രോഗനിർണയം നടത്തിയതിന് ശേഷം നമുക്ക് വേദന സംഹാരിയിലേക്ക് പോവാം. ഞാൻ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന ന്യൂറോളജി ഒരു ഓർത്തോ ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ അങ്ങനെ അധികം വേദനക്കുള്ള മരുന്നൊന്നും തരുന്നില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഓയിൽമെന്റ് ഒക്കെ തന്നു. എനിക്ക് കാലിനകത്തു നിന്നുള്ളൊരു വേദന വരുമ്പോ തലച്ചോറ് വരെ അത് ബാധിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് മെയിൻ പ്രശ്നം. മനസ്സിലായി. അതാ പറഞ്ഞത് ന്യൂറോളജി രീതിയിലുള്ള പണ്ടകത്തേക്ക് കഴിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ പെരട്ടാൻ പറ്റുന്ന രീതിയിലുമുള്ളതുണ്ട്. ആക്ച്വലി നമ്മള് എന്താ
ഞാൻ പറയാതെ നമ്മൾ ഫോണിൽ കൂടെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ലല്ലോ, ഒരാളെ കാണാതെ വിവരം വെച്ച് മാത്രം. അതുകൊണ്ട് മാത്രമാണ് പറയാത്തത്. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടാൽ അദ്ദേഹം അത് വ്യക്തമായി. ഓക്കെ. സാറേ, ഹലോ, ഞാൻ വയനാടാണ്. ഞാൻ ജന്മത്താലേ ഉള്ള, ജനിച്ചപ്പോഴേ വയ്യാണ്ടിരിക്കുന്ന ഒരാളുടെ സഹായം വേണം. അപ്പൊ എനിക്ക് ഇങ്ങനെ കൈ വിരലിങ്ങനെ ഒരു ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യും. 2 കൈക്കും വയ്യ, 2 കൈയും മടങ്ങി വളർന്നൊക്കെ ഇരിക്കണേ. അപ്പൊ എനിക്ക് കൈ ഭയങ്കര തരിപ്പ്, രാത്രി ചിലപ്പോ കിടക്കാൻ പറ്റില്ല, കാലൊക്കെ തരിപ്പ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെ ഞരമ്പുകളുടെ വീക്ക്നെസ് ആണ്. ന്യൂറോബയോണൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആദ്യത്തെ സ്റ്റേജസ് ആണെങ്കിൽ നമ്മുടെ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇല്ലേ, ന്യൂറോബയോൺ പോലത്തേത്, അങ്ങനത്തെ സംഗതികൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് തരും. അത് ഞരമ്പുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. എന്നിട്ടും ഭേദമാവണില്ല എങ്കിൽ നമുക്ക് ആ ഞരമ്പുകളുടെ ടെസ്റ്റ് ഉണ്ട്, NCV എന്ന് പറയും. അത് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മരുന്നുകൾ തരാം. അങ്ങനെയാണ് അത്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാൻ. ഡോക്ടർ തിരക്കിലാണ്, വേഗം ഡോക്ടർ നമുക്ക് ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് സാജു എന്നാണ്. ഞാനൊരു CP പേഷ്യന്റ് ആണ്. എനിക്ക് മെഡിക്കൽ ബോണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. 40% ആണ് ഡിസബിലിറ്റി. അപ്പോ നമുക്ക് വെഹിക്കിള് ഉപയോഗിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? എനിക്ക് എത്രത്തോളം ഹലോ സാറേ, നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ സജു? മോട്ടോർ വെഹിക്കിളിന്റെ എക്സാക്ട്ലി CP എന്ത് ടൈപ്ലേജിക് CP? ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ആണ്. കാല് മാത്രമാണോ അഫക്റ്റഡ് ആയിട്ട്, അതോ കൈയും അഫക്റ്റഡ് ആയിട്ട്? ബോത്ത് ലെഗ്സ് ആണ് സാർ. അപ്പൊ ഡൈപ്ലേജിക് CPയില് യൂഷ്വലി പ്രോബ്ലം ഉണ്ടാവാറില്ല. ഹാൻഡ് ഡ്രിവൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പൊ അത് സ്പെഷ്യൽ ലൈസൻസ് പുതിയതായിട്ട് എടുത്താൽ മതി. ആക്ച്വലി ആ ലോക്കോമോട്ടോർ ഞാനൊരു ലൈസൻസ് ഞാനൊരു ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് പോയപ്പോ ഇത്ര CC കുറവുള്ള വണ്ടികൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയായിരുന്നു എനിക്ക്. ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എല്ലാം ഒരെണ്ണത്തിന്റെ കീഴിലാണ്. ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നു, ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. അപ്പൊ പക്ഷെ ഞാൻ ഹാൻഡ് ഡ്രിവൺ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്ന് മോട്ടോർ വെഹിക്കിളിന്റെ നിയമങ്ങൾ എനിക്ക് അറിയില്ല, മാറുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ MVD ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യണം അല്ലേ? കൺസൾട്ട് ചെയ്ത് അറിയണം. അതിൽ തന്നെ സീനിയർ ആയിട്ടുള്ളവരുണ്ട്. കാരണം പല ഏറ്റവും നല്ലത് സീനിയറിനോട് തന്നെ ചോദിക്കും. ഓക്കെ, ഷുവർ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ മുഖ്യ അതിഥി നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ ടോക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം സാറിനെ കാണുമ്പോൾ നമ്മളെപ്പോലെ തന്നെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ സാറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ 2ാമത്തെ വർഷം കാലിന് അപകടം മൂലം ഒരു കാല് നഷ്ടപ്പെടുകയാണെന്ന് സാറ് പറഞ്ഞു. പക്ഷേ എന്താണ് ഭിന്നശേഷിയുടെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് സാറിനോട് അങ്ങോട്ട് പറയേണ്ടതില്ല. നമ്മളിൽ ഒരാളായി നമ്മുടെ സ്വന്തം ഡോക്ടറാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നിവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാനും സാറിന് സാധിച്ചു. അതുപോലെ നമ്മൾ പരിമിതികൾ ഒന്നും വിഷയമല്ല. ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടും എത്രയും ഉയരത്തിൽ നമുക്ക് വളർന്ന് വരാൻ സാധിക്കുമെന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ഡോക്ടർ തീർച്ചയായും മാതൃകാപരമാണ്. വെറും MBBS എടുത്തിട്ട് അവിടെ ഇരിക്കുകയല്ല സാറ് ചെയ്തത്. സാറ് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ട്രെയിനിങ്ങിലാണെന്നാണ് മനസ്സിലാക്കുന്നത്.
ഭിന്നശേഷിക്കാരൊന്നും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും മുന്നോട്ട് വളരേണ്ട വ്യക്തികളാണെന്നുള്ള ഉത്തമമായ മാതൃക നമ്മുടെ മുന്നിലിരിക്കുന്നു സാറ്. അപ്പോൾ നമുക്ക് സാറിൻ്റെ മാതൃക നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ നമുക്ക് വളരാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കാം. എന്തായാലും വളരെ തിരക്കുകൾക്കിടയിൽ ഇന്നത്തെ ദിവസം വളരെ മനോഹരമാക്കുവാൻ സാറ് എത്തിച്ചേർന്നതിന് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും ദർശന ക്ലബിൻ്റെ ഭാഗത്തുനിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള നന്ദി വേറെ വരുന്നുണ്ട്. എന്നാലും സാറിൻ്റെ തിരക്ക് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞെന്ന് മാത്രം. താങ്ക് യു സാർ. അടുത്തതായി ആശംസ പറയുന്നതിനായി തൃശ്ശൂർ കോർപ്പറേഷൻ 53-ാം ഡിവിഷൻ കൗൺസിലറാണ് എത്തിച്ചേരിക്കുന്നത്. സാറിൻ്റെ കൗൺസിലറായിരിക്കുന്ന ആ വാർഡിൽ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ഒരു കൗൺസിലറാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ 53-ാം ഡിവിഷൻ ശ്രീ N പ്രസാദ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ദർശന ക്ലബിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ സാർ നമസ്കാരം. ജോജി സാറേ കേൾക്കാൻ തുടർന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒത്തിരി വൈകി 1:30 എൻ്റെ അടുത്ത് ജോജി സാറ് പറഞ്ഞിരുന്നത്. പക്ഷെ വീട്ടിലൊരു വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തിരക്കിൽ പെട്ടത് കൊണ്ടാണ്. ജോജി സാറ് വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സാറില്ല ഒരു 2 മണിക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കയറിയിട്ടുള്ളത്. എന്തായാലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ സിജു സാറിന്റെ അദ്ദേഹത്തിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും വിശദീകരിക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി നൽകുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതൊരു മഹാഭാഗ്യം തന്നെയാണ് എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്, സംശയമില്ല. പ്രത്യേകിച്ച് ഈ ദർശന ക്ലബ്ബ് എൻ്റെ ഡിവിഷനിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അവിടെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച പ്രകാരം ഞാൻ പങ്കെടുത്തിരുന്നു. ഈ കാലത്ത് ഇതുപോലുള്ള ക്ലബ്ബുകളിലെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തന രീതി വളരെ മഹത്വം അർഹിക്കുന്നത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. കാരണം ഞങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് സാധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളെ പോലെയുള്ള ക്ലബ്ബുകളാണ് സഹായിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റു പല ക്ലബ്ബുകൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഭിന്നശേഷി വിഭാഗത്തിലുള്ള ആളുകൾ എൻ്റെ ഡിവിഷനിൽ, ഞാനിപ്പോൾ എൻ്റെ ഡിവിഷനിലെ കാര്യങ്ങളാണ് പറയുന്നത്, എൻ്റെ ഡിവിഷനിൽ താമസിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ നിരന്തരം ഇടപെടുന്നതാണ്. അവർക്ക് എല്ലാവിധ സഹായങ്ങളും സർക്കാരിന്റെ സഹായങ്ങളും മറ്റു സഹായങ്ങളും നമ്മൾ എത്തിച്ചു നൽകുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് അതും ചില പരിമിതികളുണ്ട്, ചില പോരായ്മകളുണ്ട്. അവിടെയൊക്കെ ഈ പരിഹാരം കാണുന്നത് ദർശന ക്ലബിനെ പോലെയുള്ള ക്ലബ്ബുകളാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇത്തിരി പേഴ്സണലായിട്ട് ഇത്തിരി തിരക്കിലാണെങ്കിലും ജോയ് സാറ് വിളിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകിയത്. ഇതുപോലുള്ള ഒരു സ്നേഹ സംഗമത്തിൽ എന്നെ വിളിച്ചതിനും അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ആശംസ പറയാൻ അവസരം തന്നതിന് ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള പിന്തുണയും അല്ലെങ്കിൽ എന്ത് സഹായങ്ങളും അല്ലെങ്കിൽ സർക്കാർ തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ജോസ് സാർ എന്നെ ബന്ധപ്പെട്ടാൽ മതി, ഫോണിൽ കൂടെ ബന്ധപ്പെട്ടാലും മതി. ഞാൻ അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഞാൻ എന്താ പറയാ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. എന്തായാലും എന്തെങ്കിലും ഇനിയുള്ള മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. സാറിൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദർശന ക്ലബ്ബ് രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സ്പോർട്സ് കിറ്റ് കൊടുക്കില്ലേ ക്ലബ്ബുകൾക്ക്, അപ്പോൾ അത്തരം കിറ്റുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ സ്വിമ്മിങ്
ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കിറ്റുകൾ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ക്രിക്കറ്റ്. സൗണ്ട് ക്ലിയർ ആവുന്നില്ല സാർ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ സാർ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ സാറേ, ഞങ്ങളിവിടെ സ്വിമ്മിങ് പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ജാക്കറ്റ്, കണ്ണാട, അതുപോലെ ഫുട്ബോൾ, ക്രിക്കറ്റ്, വീൽ ചെയർ ബാസ്ക്കറ്റ് ബോൾ, ഇങ്ങനെ എല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പോർട്സിൻ്റെ കിറ്റ് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ഈ ക്ലബ്ബുകൾക്ക് അനുവദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുവദിച്ച് തരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് ഒരു നമ്മുടെ ഭാരവാഹികൾക്ക് ഒരുമിച്ച് നമുക്ക് മേയറെ പോയി കണ്ടാലേ സൗകര്യപ്പെടുന്ന ദിവസം നമുക്ക് ഒരുമിച്ച് പോയി കാണാം. മേയറിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മേയർ എന്തായാലും അനുവദിക്കും. അപ്പൊ അടുത്ത ദിവസം അച്ഛനായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ വേണ്ടത് ചെയ്യാം. നമുക്ക് നേരിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലബിൽ മീറ്റ് ചെയ്യാം. ഒരു മീറ്റിംഗ് വിളിച്ചോളൂ, ഞാൻ വരാം. ഓക്കെ, അച്ഛനായി സംസാരിച്ചിട്ട് സാറിനെ അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് എന്നിട്ട് മേയറെ പോയി കണ്ട് നമുക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാം. അദ്ദേഹം അത് നോന്ന് പറയില്ല, ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. എന്റെ ഭാഗത്ത് ഞാനും കൂടെ വരാം സാറേ. ഓക്കെ, എല്ലാ സഹായം നമുക്ക് ചെയ്തു തരാം. അപ്പൊ വളരെ തിരക്കുകൾക്കിടയിലും ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന കുഴപ്പമില്ല സാറേ. എല്ലാവർക്കും നന്ദി സാറേ. ജോർജ് സാറിന് നന്ദി, പ്രത്യേകം. വളരെ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം ചേർന്ന തൃശ്ശൂർ കോർപ്പറേഷൻ 53-ാം ഡിവിഷൻ കൗൺസിലർ പ്രസാദ് സാറിനെ ഇന്ന് നമ്മൾ എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. കാരണം സാർ ഒത്തിരി തിരക്കുകൾക്കിടയിലാണ് നമ്മോടൊപ്പം എത്തിച്ചേർന്നത്. അപ്പോൾ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ VI ഗ്രൂപ്പാണ്. VI ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പലർക്കും മനസ്സിലാവില്ല. അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കാഴ്ച പരിമിതി നേരിടുന്ന വ്യക്തികൾ, വിഷ്വൽ ചലഞ്ച്, അവർക്ക് കാഴ്ച ഒട്ടും കാണില്ല. അവരാണ് ഇന്നത്തെ ഈ സ്നേഹസംഗമം ഇത്രയും ഭംഗിയായി വേണ്ട ഗസ്റ്റുകളെ എത്തിച്ചിരുന്നത്. അപ്പോൾ VI ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ സ്നേഹസംഗമം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നന്ദി പറയുന്ന ചടങ്ങാണ്. ഇന്ന് നന്ദി പറയാനായി എത്തിയിരിക്കുന്നത് ശ്രീ രാജേഷ് കാരാട്ടാണ്. ഏറ്റവും സ്നേഹത്തോടെ രാജേഷ് കാരാട്ടിനെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്ലീസ് ദ സ്ക്രീൻ. നമസ്കാരം, ഞാനാണ് രാജേഷ് കരിയാട്ടിലാണ്. എൻ്റെ വീട് പാലക്കാടാണ്. വളരെ കുറച്ചു പേർക്ക് എന്നെ പരിചയമുണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ. എന്ത് തന്നെ ആയാലും സ്നേഹസംഗമത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതും നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം പലപ്പോഴായിട്ട് കട്ടായി പോവുകയും എനിക്ക് ലഭിക്കാതെ വരികയും ചെയ്തു. നല്ല മഴയാണ് ഇവിടെ. എന്ത് തന്നെ ആയാലും പങ്കെടുത്ത കുറച്ചു നേരമെങ്കിലും വളരെ നല്ല അനുഭവമാണ് എനിക്ക് ലഭിച്ചത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ബഹുമാന്യ അധ്യക്ഷനും നമ്മുടെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ ഉദ്ഘാടകൻ, മുഖ്യാതിഥിയായി വന്ന് നമ്മളോട് സംവദിച്ച മാന്യ വ്യക്തിത്വം, ആശംസകൾ അറിയിച്ച വ്യക്തികൾ, ബഹുമാന്യ വ്യക്തികൾ, നമ്മുടെ ഈ സ്നേഹസംഗമത്തിന് സ്വാഗതം ആശംസിച്ച മാന്യ വ്യക്തിത്വം എന്നിവർക്കെല്ലാം എൻ്റെ സ്വന്തം പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന തേജസ് കുടുംബശ്രീ എന്ന ചെറിയൊരു സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ സ്വന്തം ജീവിതം സ്വാശ്രയം ആണ് അഭിമാനം എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ആ ഒരു സംഘടനയുടെയും പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഈ സ്നേഹസംഘവും ഒരുക്കിയ വിഷ്വലി ഇംപേർഡ് ആയിട്ടുള്ള കാഴ്ചാപരിമിതരുടെ ദർശന ക്ലബിന്റെ തന്നെ കാഴ്ചാപരിമിതരുടെ വിഭാഗം എല്ലാം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദർശന ക്ലബിന് വേണ്ടിയും ദർശന ക്ലബിലെ കാഴ്ചാപരിമിതർക്ക് വേണ്ടിയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 2 വാക്ക് ഞാൻ സംസാരിക്കാൻ എടുക്കുകയാണ്. സമയപരിമിതി ഉണ്ടെന്നറിയാം. എങ്കിലും നമ്മൾ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്വാശ്രയ സംഘം രൂപീകരിക്കാൻ പോവുകയാണ്. അതിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവരും, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരും, ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സ്വന്തം ചിലവിനെങ്കിലും വേണ്ട ഒരു
വരുമാനം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സംഭവം ആരംഭിക്കുന്നത്. താല്പര്യമുള്ളവർ സോളമൻ അച്ഛനോട് പറഞ്ഞ് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക. മാത്രമല്ല നമ്മൾ അതിനനുസരിച്ചുള്ള സ്വയം തൊഴിൽ പരിശീലനങ്ങൾ നൽകുകയും അതിന്റെ വ്യാപാര വിപണനത്തെ കുറിച്ച് സംസാരിക്കുകയും എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ അതുകൂടി ആരംഭിക്കാൻ പോവുകയാണ് എന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കുന്നു. ഇന്ന് ഈ യോഗത്തിൽ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സ്വന്തം പേരിലും ദർശന ക്ലബിന് വേണ്ടിയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി പറഞ്ഞ രാജേഷിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ VI ഗ്രൂപ്പാണ്. വളരെ മനോഹരമായി ഇന്നത്തെ സ്നേഹസംഗമം നടന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദർശന ക്ലബിൻ്റെ ഈ ശനിയാഴ്ചകളിൽ നടക്കുന്ന സ്നേഹസംഗമം എന്ന പ്രോഗ്രാം മറ്റുള്ള വ്യക്തികളോട് അറിയിക്കാനും അതുപോലെ അവരെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ സ്നേഹസംഗമത്തിലേക്ക് എത്തിക്കാനും നിങ്ങൾ പരമാവധി ശ്രമിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് പറ്റിയ മെസ്സേജ് കിട്ടണം എന്നുണ്ടാവില്ല. അടുത്ത ആഴ്ച ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജുകളായിരിക്കും വരിക. നമ്മളിവിടെ ഡോക്ടർമാർ, അഭിഭാഷകർ, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല വ്യക്തിത്വങ്ങളെയും നമ്മൾ മാറി മാറി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ഗുണപരമായി മാറ്റുവാൻ ഈ സ്നേഹസംഗമം നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഒക്കെ ഈ ദർശന ക്ലബിൻ്റെ സ്നേഹസംഗമത്തെ പറ്റി പറയുകയും ലിങ്ക് ഷെയർ ചെയ്യുകയും അതോടൊപ്പം അവരെന്നെ ഈ മീറ്റിങ്ങിലേക്ക് എത്തിക്കാൻ നിങ്ങളൊന്ന് മോട്ടിവേഷൻ ചെയ്യണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്ത VI ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ ഗസ്റ്റുകൾക്കും അതുപോലെ എല്ലാ ഗ്രൂപ്പിലും എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്നേഹസംഗമം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.